നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയായ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷനാണ്. അപ്പോൾ ഇതിന്റെ ക്ലാസ് നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട 3 മോക്ക് എക്സാം കൂടി നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. നമുക്ക് വേണ്ട ആദ്യ ഒരു ന്യൂജൻ ചോദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, കേരളത്തിൽ അബ്കാരി ആക്ട് പാസ്സാക്കിയത് 1902 ഓഗസ്റ്റ് 5-ന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കേരളത്തിൽ അബ്കാരി ആക്ട് പാസ്സാക്കുന്നത് എന്ന 1902 ഓഗസ്റ്റ് 5-നാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അബ്കാരി നിയമത്തിലെ വകുപ്പ് 55D പ്രകാരം കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നു. ഈ പറയുന്ന കേരളത്തിലെ അബ്കാരി നിയമത്തിലെ വകുപ്പ് 55D വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാ, അബ്കാരി നിയമത്തിൽ ഏത് വകുപ്പാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നു എന്നൊരു ചോദ്യം, ഡയറക്റ്റ് ചോദ്യം വന്നാലും ഉത്തരം ഏത് തന്നെയാണ്? വകുപ്പ് 55D ആണ്. അപ്പൊ അബ്കാരി നിയമത്തിലെ വകുപ്പ് 55D പ്രകാരം കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നു. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, മദ്യം കൈവശം വെക്കാനും ഉപയോഗിക്കാനുമുള്ള അനുവാദമേ ഉള്ളൂ. മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം ഈ 23 വയസ്സ് മുതലുള്ളവർക്കില്ല. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും ഉപയോഗിക്കാനും അനുവാദമുള്ളത്. അപ്പൊ അവിടെ ലഹരി വസ്തുക്കളുണ്ടല്ലോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന കൈവശം വെക്കാനും അനുവാദം, കൈവശം വെക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങാനുമുള്ള അനുവാദമുള്ളത് 18 വയസ്സ്. ഈ 2 വയസ്സുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. മദ്യമാകുമ്പം 23 വയസ്സ് മുതലുള്ളവർക്കും, ലഹരി ഈ പറയുന്ന എന്തൊക്കെ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് 18 വയസ്സ് മുതലുള്ളവർക്കുമാണ് ഈ പറയുന്ന ഉപയോഗിക്കാനും അത് വാങ്ങാനുമുള്ള അനുവാദം ഉള്ളത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഉണക്കമുന്തിരിയുടെ പിഴിഞ്ഞെടുത്ത നീരിനെ അറിയപ്പെടുന്നത് മൊളാസസ് എന്നാണ്. നമ്മൾ ഈ മൊളാസസ് എന്നറിയപ്പെടുന്ന വാക്ക് പഠിക്കും. പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ക്രിസ്റ്റലൈസേഷൻ എന്നറിയപ്പെടുന്ന കണ്ടന്റ്, പഞ്ചസാരയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നതാണ് മൊളാസസ്. അപ്പൊ ഉണക്കമുന്തിരിയുടെ പിഴിഞ്ഞെടുത്ത നീരിനെ അറിയപ്പെടുന്ന പേര് എന്തല്ല? മൊളാസസ് എന്നല്ല. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ തിരുത്തി എങ്ങനെയാ പഠിക്കണ്ടേ? ഉണക്കമുന്തിരിയുടെ പിഴിഞ്ഞെടുത്ത നീരിനെ അറിയപ്പെടുന്ന പേര് മസ്റ്റ് എന്നാണെന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ കേരളത്തിൽ അബ്കാരി ആക്ട് പാസ്സാക്കുന്നത് 1902 ഓഗസ്റ്റ് 5-നാണ്. ഈ 1902 ഓഗസ്റ്റ് 5-ന്, അതായത് കൊല്ലവർഷം 1077 കർക്കടക 31-ന് കൊച്ചി മഹാരാജാവാണ് ഈ പറയുന്ന കേരള അബ്കാരി നിയമം പാസ്സാക്കുന്നത്. ഈ കേരള അബ്കാരി നിയമം പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി അംഗീകരിക്കുന്നത് 1902-ലല്ല, അതിനുശേഷമാണ്. അപ്പൊ 1902 ഓഗസ്റ്റ് 5 അല്ലെങ്കിൽ കൊല്ലവർഷം 1077 കർക്കടക 31-നാണ് കൊച്ചി മഹാരാജാവ് ഈ പറയുന്ന അബ്കാരി ആക്ട് പാസ്സാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറയുന്ന വർഷം, കൊല്ലവർഷം 1077-ൽ ഈ നിയമം പാസ്സാക്കിയത് കൊണ്ട് ഈ അബ്കാരി ആക്ടിനെ അറിയപ്പെടുന്ന പേര് അബ്കാരി ആക്ട് 1077 എന്നാണെന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ, അതായത് 1077 അബ്കാരി ആക്ട് എന്ന് പറയുന്ന അബ്കാരി ആക്ട് ഉണ്ടല്ലോ, ഈ നിയമം 1967-ലെ ആക്ട് 10 പ്രകാരം കേരളം മുഴുവൻ ബാധകമാണ്. കേരളത്തിൽ എല്ലാ ജില്ലയിലും 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലയിലും ബാധകമാണ് ഈ പറയുന്ന കേരള അബ്കാരി ആക്ട്. കേരള അബ്കാരി ആക്ട്, അതായത് അബ്കാരി ആക്ട് 1077-ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967 ജൂലൈ 29. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയുടെ അംഗീകാരം കേരള അബ്കാരി ആക്ടിൽ നിന്നാണ് കിട്ടുന്നത് 1967 ജൂലൈ 29-നാണ്. ഇനി നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുക. അപ്പൊ കേരളത്തിലെ പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്കൂളുകൾ, ഈ പറയുന്ന ഓഡിറ്റോറിയം, അവിടെയൊക്കെ പൊതുസ്ഥലമാണ്. ഏത് ലൈബ്രറി ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇതെല്ലാം പൊതുസ്ഥലങ്ങളാണ്. അപ്പൊ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ടതാ. ഏത് സെക്ഷൻ പ്രകാരമാണ് ചോദിച്ചാൽ സെക്ഷൻ 15C പ്രകാരമാണ് കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ
മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ 15C. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, അബ്കാരി ആക്ട് 1077 പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ സാധിക്കുന്നത്? 23. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, 23 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ മദ്യം കൊടുത്താൽ അത് കുറ്റകരമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് വേണം. അപ്പൊ അബ്കാരി ആക്ട് 1077 പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ സാധിക്കുന്നത്? 23 വയസ്സ്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 15A. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ ഈ പറയുന്ന 23 വയസ്സ് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിറ്റുന്നിരിക്കട്ടെ, അതും എന്ത് തന്നെയാണ്? കുറ്റകരമാണ്. അത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ 15B. അപ്പൊ വീണ്ടും ആവർത്തിക്കുന്നു, 15C ഉണ്ട്, 15A ഉണ്ട്, 15C ഉണ്ട്. 3 ചോദ്യം. 15Aയുടെ പ്രത്യേകത എന്തുവാ? 23 വയസ്സിൽ താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15A. 15B എന്താണെന്ന് ചോദിച്ചാൽ 23 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15B. ഇനി 15C എന്തായിരുന്നു? കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 15C. മറക്കരുത്, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഈ പറഞ്ഞ 23 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾ വ്യക്തിക്ക് ഈ പറയുന്ന മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ വിൽക്കാൻ ശ്രമിച്ചാലോ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 5000 രൂപ പിഴയോ 2 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയാണ് ലഭിക്കുന്നത്. അപ്പൊ 23 വയസ്സിൽ താഴെ പ്രായമുള്ളവര് മദ്യം കൈവശം വെച്ചാലോ അത് ഉപയോഗിച്ചാലോ അത് വാങ്ങിച്ചിട്ട് വിൽക്കാൻ ശ്രമിച്ചാലോ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 5000 രൂപ പിഴയും 2 വർഷം തടവോ അതും അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയാണ് ലഭിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? അത് സെക്ഷൻ 15C ആണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പറയുന്നത്, ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം എന്താണ്? ഇത് മുൻകാല വർഷ ചോദ്യമാണ്. ഉറപ്പായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓരോ ഡിസ്റ്റിലറിയിലും ഉപയോഗിക്കുന്ന മദ്യനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകളുടെ നിറം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിന് ഉത്തരം ഇതാണ്, വേറെ ഒന്നുമില്ല. ഓപ്ഷൻ ബി നീരയാണ് മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം. അപ്പൊ എന്താ ഈ മൊളാസിസുകൾ എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല, ക്രിസ്റ്റലൈസേഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതായത് ഈ പറയുന്ന പഞ്ചസാര നിർമ്മാണത്തിൽ പഞ്ചസാരയെ പലതരത്തിലുള്ള പരലുകളാക്കി മാറ്റുന്ന, നമ്മൾ പറഞ്ഞില്ലേ പരലുപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ പഞ്ചസാര നിർമ്മാണത്തിൽ പഞ്ചസാരയെ ക്രിസ്റ്റലുകളാക്കുന്ന അല്ലെങ്കിൽ പരലുകളാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാ ക്രിസ്റ്റലൈസേഷൻ. ഈ ക്രിസ്റ്റലൈസേഷന് ശേഷം അവശേഷിക്കുന്ന ലിക്വിഡിനെ അല്ലെങ്കിൽ മാതൃദ്രാവകത്തെ അറിയപ്പെടുന്ന പേരാണ് മൊളാസസ്. ഈ മൊളാസസിന്റെ നിറം എന്ന് പറഞ്ഞാൽ കടും തവിട്ട് നിറമാണ്. മൊളാസസിന്റെ നിറം കടും തവിട്ട് നിറവും. പക്ഷെ അത് ഈ പറയുന്ന ഡിസ്റ്റിലറിൽ ഏത് പൈപ്പുകളിലാണ്, ഈ പറയുന്ന നിറത്തിലുള്ള പൈപ്പുകളിലൂടെ കടത്തിവിടുന്ന നീല നിറത്തിലുള്ള പൈപ്പുകളിലൂടെയാണ്. ഇങ്ങനെ ഈ പറയുന്ന ഡിസ്റ്റിലറികളിൽ വിവിധ സാമഗ്രികൾ, അതായത് വിവിധ വസ്തുക്കൾ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകൾ തിരിച്ചറിയാൻ വേണ്ടി വ്യത്യസ്ത നിറങ്ങൾ ചായം പൂശിയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഡിസ്റ്റിലറി നിയമത്തിലെ റൂൾ ഏതെന്ന് ചോദിച്ചാൽ ഡിസ്റ്റിലറി നിയമത്തിലെ റൂൾ 25 പ്രകാരമാണ് ഇങ്ങനൊരു സംവിധാനം അറേഞ്ച് ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമില്ല, ഈ പറയുന്ന മൊളാസസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ സ്പിരിറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം കൈമാറ്റത്തിന് വേണ്ടിയാണല്ലോ ഡിസ്റ്റിലറികളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിസ്റ്റിലറികളിലെ പൈപ്പുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്ത നിറങ്ങളിൽ ചായം പൂശിയിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഡിസ്റ്റിലറി നിയമത്തിലെ റൂൾ ഏതെന്ന് ചോദിച്ചാൽ അത് ഡിസ്റ്റിലറി നിയമത്തിലെ റൂൾ 25 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മത്സര പരീക്ഷയിൽ ഓരോ ടേമുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വസ്തുക്കൾ കൈമാറ്റപ്പെടുന്ന വസ്തുക്കളും അതിന്റെ പൈപ്പുകളുടെ നിറം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി പൈപ്പിന്റെ നിറം പച്ചയാണെങ്കിൽ അതിൽ കൂടി കൈമാറ്റപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞാൽ വാഷ് ആയിരിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പൈപ്പിന്റെ നിറം പച്ചയാണെങ്കിൽ അതിൽ കൂടി കൈമാറ്റപ്പെടുന്ന വസ്തു വാഷ് ആയിരിക്കും. ദെൻ ചുവപ്പാണ് പൈപ്പിന്, നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റിലറിയിൽ കാണുന്ന ഒരു പൈപ്പിന്റെ നിറം
ചുവപ്പാണെങ്കിൽ അതിൽ കൂടി കടത്തിവിടുന്നത് സ്പിരിറ്റ് ആയിരിക്കും. വെള്ള കളറിലാണ് അല്ലെങ്കിൽ വെള്ള നിറത്തിലാണ് ഈ പറയുന്ന എന്ത് കൈമാറ്റപ്പെടുന്ന പൈപ്പ് കാണപ്പെടുന്നതെങ്കിൽ അതിലൂടെ കടത്തിവിടുന്നത് സ്റ്റീം ആയിരിക്കും. മഞ്ഞയാണ് പൈപ്പിന്റെ നിറമെങ്കിൽ സ്പെൻഡ് വാഷ് ആയിരിക്കും. നീലയാണ് പൈപ്പിന്റെ നിറമെങ്കിൽ അതിൽ കൂടി കടത്തിവിടുന്നത് മൊളാസസ് ആയിരിക്കും. ഈ പറയുന്ന 5 ടേമുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ പൈപ്പുകളുടെ നിറം ഈ പറയുന്ന ഡിസ്റ്റിലറി നിയമത്തിലെ റൂൾ 25 പ്രകാരം ഓരോ വസ്തുവും കൈമാറ്റപ്പെടുന്ന ഈ പറയുന്ന പൈപ്പുകൾക്ക് ഓരോ നിറം കൊടുക്കണം. അതിൽ പച്ചയാണെങ്കിൽ വാഷ്, ചുവപ്പാണെങ്കിൽ സ്പിരിറ്റ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മൊളാസസ് മൊളാസസിന്റെയും സ്പിരിറ്റിന്റെയും, മൊളാസസ് നീലയും സ്പിരിറ്റ് ചുവപ്പുമാണ്. വെള്ള സ്റ്റീമാണ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ സ്പെൻഡ് വാഷ് ആണ്. പച്ച എന്ന് പറഞ്ഞാൽ വാഷാണ്. ക്ലിയർ ആണല്ലോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഒരു മാർക്കായിട്ട് കിട്ടണം. ഇനി നമുക്ക് വേണ്ട ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയിൽ മാർക്ക് വന്ന ഒരു ഏരിയ ആണ് NDPS ആക്ട്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 NDPS ആക്ട് നിർണായകമാണ്. ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉൽപാദനം, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം ഉണ്ടല്ലോ, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉൽപാദനം, അതിന്റെ ഉപയോഗം, കൈവശം വയ്ക്കല്, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിന് വേണ്ടി നിലവിലുള്ള നിയമത്തിന്റെ പേരാണ് NDPS ആക്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1985 നവംബർ 14. എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ മിനിമം 3 മാർക്ക് ഈ പറയുന്ന NDPS-ൽ നിന്ന് ചോദിക്കും. അപ്പം ഈ NDPS നിയമം പ്രാബല്യത്തിൽ വന്നെന്ന അത് 1985 നവംബർ 14. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 3 മൈക്രോ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എടുക്കാം, പ്രിന്റ് എടുത്ത് വായിക്കാം, അത് റിവൈസ് ചെയ്യാം. അതിനോടൊപ്പം കൊടുത്തേക്കുന്ന എക്സാം സ്കിപ്പ് ചെയ്യരുത്. എക്സാം മോഡൽ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ നിയമം പ്രാബല്യത്തിൽ വന്നെന്ന 1985 നവംബർ 14. ഈ NDPS ആക്ട് 1985 NDPS ആക്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ബാധകമാണ്. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓപ്ഷനകത്ത് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ എന്ന് കാണും. അപ്പൊ NDPS ആക്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ബാധകമാണ്. 2024 നടത്തിയ എക്സൈസ് പരീക്ഷയുടെ ചോദ്യമാണ് NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ പറയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും 1985 NDPS ആക്ട് ബാധകമാണ്. അതിൽ കേരളം മാത്രമെന്ന് പറയരുത്. ഈ ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ എന്ന് പറയരുത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ എന്ന് പറയരുത്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും എന്തിനു വേണ്ടി? ലഹരി വിരുദ്ധത്തിന് വേണ്ടി ഈ പറയുന്ന മയക്കുമരുന്നിന്റെ ഉൽപാദനം, ഉപയോഗം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായി നിലവിലുള്ള നിയമത്തിന്റെ പേരാണ് NDPS. ഇമ്പോർട്ടന്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ഈ പറയപ്പെടുന്ന നിയമം, ഈ പറയുന്ന NDPS നിയമം ഉണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ ബാധകമാണ്. കൂടാതെ മറ്റെവിടൊക്കെയാണ് ഇത് ബാധകമാണെന്ന് ചോദിച്ചാൽ, മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് NDPS ആക്ട് ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പൽ, അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തൊരു കപ്പൽ അമേരിക്കയിൽ പോയാൽ അത് NDPS ആക്ട് നിയമപരമാണ് അല്ലെങ്കിൽ ബാധകമാണ്. ആണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ പറയുന്ന നിയമം ബാധകമായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റാ. ഇനി അവിടെ ഒരു എക്സെപ്ഷൻ കേസ് കൊടുത്തേപ്പോണ്ട്. എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ കപ്പലും വിമാനവും ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ സമുദ്രാതിർത്തി, വ്യോമാതിർത്തി കടന്നു പോയാലും അല്ലെങ്കിൽ അതിന് അതിർത്തിക്ക് അപ്പുറമായാലും ഈ NDPS നിയമം ബാധകമാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പറയുന്നത്. NDPS ആക്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്, ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 1985 ഓഗസ്റ്റ് 23. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓഗസ്റ്റ് 23 അല്ലയോ? ആ 23 നമുക്ക് 28 എന്ന് തിരുത്താലോ. 23 ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് അതേ വർഷം 1985 അതേ മാസം ഓഗസ്റ്റ്. ഡേറ്റിൽ വ്യത്യാസം 28. അപ്പൊ 23 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേരുന്നതാണല്ലോ ലോക്സഭ, ഈ പറയുന്ന പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബില്ല് ലോക്സഭ അവതരിപ്പിച്ചു. ബില്ല് ലോക്സഭ പാസ്സാക്കി 1985 ഓഗസ്റ്റ് 28. ഇനി ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 1985 ഓഗസ്റ്റ് 29. അത് ഇമ്പോർട്ടൻ്റാ. ഈ ബില്ല് അംഗീകരിക്കുന്നത്, അതായത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 1985 സെപ്റ്റംബർ
16-നാണ് ബിൽ അംഗീകരിച്ച പ്രസിഡന്റ്. NDPS ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. പോക്കറ്റ് വീറ്റോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിച്ച രാഷ്ട്രപതിയാണല്ലോ ഗ്യാനി സെയിൽ സിംഗ്. അങ്ങനെ ബില്ല് ഗ്യാനി സെയിൽ സിംഗ് അംഗീകരിക്കുന്നു. അത് ആക്ട് ആയിട്ട് നിലവിൽ വന്നത് 1985 നവംബർ 14. ഇമ്പോർട്ടന്റ് ചോദ്യം. NDPS ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14. ഈ പറയുന്ന 1985 NDPS ആക്ട് 4 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആദ്യ തവണ 1988, രണ്ടാം തവണ 2001, മൂന്നാം തവണ 2014, നാലാം തവണ 2021. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കും, NDPS നിയമ ഭേദഗതി ഏറ്റവും അവസാനമായി നിലവിൽ വന്നത് 2021. അപ്പൊ 1985 നവംബർ 14 നിലവിൽ വന്ന NDPS ആക്ട് 4 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആദ്യ തവണ 1988, രണ്ടാം തവണ 2001, മൂന്നാം തവണ 2014, നാലാം തവണ 2021. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ നാച്ചുറൽ ഡ്രഗ്സ് അല്ലാത്തത് ഏത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും ഡിഗോക്സിൻ ഒക്കെ ആയിരിക്കുമെന്ന്. ഡിഗോക്സിൻ ഒരു നാച്ചുറൽ ഡ്രഗ്. അതായത് പ്രധാനമായിട്ടും ഡ്രഗ്സിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ ഈ പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നാച്ചുറൽ ഡ്രഗ്, സിന്തറ്റിക് ഡ്രഗ്, സെമി സിന്തറ്റിക് ഡ്രഗ്സ്, ഇങ്ങനെ മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ നാച്ചുറൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രഗിനെ കളക്ട് ചെയ്യുന്നു. അതിനെ അറിയപ്പെടുന്ന പേരാ നാച്ചുറൽ ഡ്രഗ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട സിന്തറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് കെമിക്കൽ പ്രോസസ്സിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രഗിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ അതായത് സിന്തറ്റിക് ഡ്രഗ്. ദെൻ അടുത്തതാണ് സെമി സിന്തറ്റിക് ഡ്രഗ് ഉണ്ട്. സെമി സിന്തറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നാച്ചുറൽ ഡ്രഗ്സ് പ്ലസ് സിന്തറ്റിക് ഡ്രഗ്സ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഈ പറയുന്ന നാച്ചുറൽ ഡ്രഗ്സ് ഉണ്ടല്ലോ, ആ നാച്ചുറൽ ഡ്രഗ്സിനെ കെമിക്കൽ പ്രോസസ്സിന് വിധേയമാക്കി സെമി സിന്തറ്റിക് ഡ്രഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡേഞ്ചർ തന്നെയാണ്. നാച്ചുറൽ ഡ്രഗ് ഡേഞ്ചർ ആണ്, സിന്തറ്റിക് ഡ്രഗ്സ് ഡേഞ്ചർ ആണ്, സെമി സിന്തറ്റിക് ഡ്രഗ്സ് ഡേഞ്ചർ ആണ്. ഇതൊക്കെ നിരോധിക്കാൻ വേണ്ടിയാണ് NDPS ആക്ട് ഒക്കെ. നിരോധിക്കാനല്ല, നിയന്ത്രിക്കാനുള്ള നിയമമാണ് NDPS ആക്ട്. അപ്പൊ താഴെ പറയുന്നവയിൽ നാച്ചുറൽ ഡ്രഗ്സ് അല്ലാത്ത എന്ന ഉത്തരം ഈ പറയുന്ന ഓപ്ഷൻ സി ആണ്, കൊക്കെയിൻ. കൊക്കെയിൻ ഒരു നാച്ചുറൽ ഡ്രഗ്സ് അല്ല, കൊക്കെയിൻ ഒരു സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, കറുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോപ്പി ചെടിയിൽ നിന്നാണല്ലോ കറുപ്പ് കിട്ടുന്നത്. കഞ്ചാവിൽ നിന്നാണല്ലോ ഗഞ്ച കിട്ടുന്നത്. ഈ പറയുന്ന ടേമുകളൊക്കെ ഈ ഡിഗോക്സിൻ എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന നാച്ചുറൽ ഡ്രഗ് ആണ്. അപ്പൊ കറുപ്പ്, ഗഞ്ച, ഡിഗോക്സിൻ ഇതെല്ലാം നാച്ചുറൽ ഡ്രഗ് ആണ്. കൊക്കെയിൻ ഒരു സെമി സിന്തറ്റിക് ഡ്രഗ്. അപ്പൊ മയക്കുമരുന്നുകളെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്: നാച്ചുറൽ ഡ്രഗ്, സിന്തറ്റിക് ഡ്രഗ്, സെമി സിന്തറ്റിക് ഡ്രഗ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന NDPS ആക്ടുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കായി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു തരിക. NDPS ആക്ട് സെക്ഷൻ 20 എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമ ലംഘനത്തിനുള്ള ശിക്ഷയെ അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് NDPS ആക്ട് സെക്ഷൻ 20. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ എങ്ങനെയായി ഈ ശിക്ഷയെ കൺസിഡർ ചെയ്യുന്നത്? അതായത് ഈ പറയുന്ന കഞ്ചാവ് ആയിക്കോട്ടെ, ചരസ് ആയിക്കോട്ടെ. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, എന്തോ ഈ ചരസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ കറയെ അറിയപ്പെടുന്ന പേരാണ് ചരസ്. കഞ്ചാവിന്റെ കറയാണ് ചരസ്. ഈ ചില ആളുകൾ പറയും ഹാഷിഷ് ഓയിൽ എന്ന് പറയത്തില്ലയോ, അതിനെയാണ് നമ്മൾ ചരസ് എന്ന് പറയുന്നത്. അപ്പം കഞ്ചാവിന്റെ ചെറിയ അളവെന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമാണ്. കഞ്ചാവിന്റെ വാണിജ്യ അളവെന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാമാണ്. ചരസ് എന്നറിയപ്പെടുന്ന ഹാഷിഷ് ഓയിലിന്റെ ചെറിയ അളവ് 100 ഗ്രാമും വാണിജ്യ അളവ് 1 കിലോഗ്രാമാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഞ്ചാവ് 1 കിലോഗ്രാമിൽ താഴെ ഒരാള് കൈവശം വെക്കുന്നു, അല്ലെങ്കിൽ വിപണനം നടത്തുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എങ്കിൽ നിയമലംഘനമാണ്. അപ്പോൾ ഒരു ശിക്ഷയുണ്ട്. ദെൻ 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെയാണ് അയാൾ കൈവശം വെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നതെങ്കിൽ അതിനുള്ള നിയമലംഘനത്തിലുള്ള ശിക്ഷ വേറൊരു തരത്തിലായി ഇത്തിരി കൂടെ കൂടും. ദെൻ 20 കിലോഗ്രാമിൽ കൂടുതൽ, ചില വാർത്തകളൊക്കെ നമ്മൾ കാണത്തില്ലേ, 400 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചു, തിരുവനന്തപുരത്ത് പിടിച്ചു, അല്ലെങ്കിൽ കൊല്ലം എല്ലാ ജില്ലയിലും പിടിച്ചു എന്നും പറഞ്ഞ അങ്ങനെ വാർത്ത വരാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ അതൊക്കെ കാണാറില്ലേ? അപ്പൊ അതിലെ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കഞ്ചാവിന്റെ ചെറിയ അളവ് 1 കിലോഗ്രാമും വാണിജ്യ അളവ് 20 കിലോഗ്രാമും. അപ്പൊ 1 കിലോഗ്രാമിൽ താഴെ ഈ പറയുന്ന നിയമലംഘനം
എല്ലാം നിയമലംഘനം തന്നെയാണ്. 1 കിലോഗ്രാമിൽ താഴെ, 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ, 20 കിലോഗ്രാമിൽ മുകളിൽ, ഇങ്ങനെയാണ് ഇതിന്റെ ശിക്ഷയുടെ അല്ലെങ്കിൽ നിയമലംഘനത്തിലുള്ള ശിക്ഷയുടെ ഓരോരോ രീതി വരും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കഞ്ചാവ്. അപ്പൊ ഒന്നാമത്തെ വസ്തുത, ഏതെങ്കിലും കഞ്ചാവ് ചെടി വളർത്തിയാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പത്രമാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ന ആള് അല്ലെങ്കിൽ വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തി, നമ്മൾ പറയത്തില്ലയോ അബർ അക്ബർ അന്തോണിക്കകത്ത് നല്ലവനായ ഉണ്ണി ചെയ്യത്തില്ലേ, വീട്ടിലെ മട്ടുപ്പാവിൽ എന്ത് ചെയ്യുന്നു, ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷയെന്ന് പറഞ്ഞാൽ 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷയെന്ന് പറഞ്ഞാൽ 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമായിരിക്കും. ഇനി കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 20 വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 20 സബ്സെക്ഷൻ എ സബ് ക്ലോസ് 1. അപ്പൊ സെക്ഷൻ 20 സബ്സെക്ഷൻ എ സബ് ക്ലോസ് 1 പ്രകാരമാണ് കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും വ്യക്തി കഞ്ചാവ് ചെടി വളർത്തുന്നു. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ ഞാൻ 2 കഞ്ചാവ് ചെടിയെ വളർത്തിയുള്ളൂ, 10 കഞ്ചാവ് ചെടിയെ വളർത്തിയുള്ളൂ, അതിനകത്ത് വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. നീ 1 കഞ്ചാവ് ചെടിയല്ല, 10 എണ്ണം ആയിക്കോട്ടെ, 1000 എണ്ണം ആയിക്കോട്ടെ, നിങ്ങൾ കഞ്ചാവ് ചെടി വളർത്തിയിട്ടുണ്ട്, അത് പിടിക്കപ്പെട്ടുവെങ്കിൽ 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി കഞ്ചാവിന്റെ ചെറിയ അളവ്, അതിന്റെ നിർമ്മാണം, അതിന്റെ കൈവശം വെക്കൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 1 കിലോഗ്രാമിൽ താഴെ. 1 കിലോഗ്രാമിൽ താഴെ ഒരു വ്യക്തി, എന്റെ കയ്യിൽ 1/2 കിലോഗ്രാം കഞ്ചാവുണ്ട്, എന്റെ വീട്ടിൽ 1/2 കിലോഗ്രാം കഞ്ചാവ് ഇരിപ്പുണ്ട്, എന്റെ കയ്യിൽ 1/4 കിലോഗ്രാം ഉണ്ട്, എങ്കിൽ മൊത്തം എത്രയായുള്ളൂ? 750 ഗ്രാം അല്ലേ ആയുള്ളൂ. കഞ്ചാവിന്റെ ചെറിയ അളവ്, അതിന്റെ നിർമ്മാണം, അത് കൈവശം വെക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്ന് പറഞ്ഞാൽ, ചെറിയ അളവ് ഉൾപ്പെടുന്നതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവോ 10,000 രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. ഇനി ഇങ്ങനെ ചെറിയ അളവിൽ ആരെങ്കിലും കഞ്ചാവ് അല്ലെങ്കിൽ കഞ്ചാവ് കയ്യിൽ വെച്ചേക്കൊണ്ട് അതിന്റെ നിർമ്മാണം, കൈവശം വെക്കൽ, വിപണനം ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിന്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഈ സെക്ഷൻ 20 സബ്സെക്ഷൻ ബി സബ് ക്ലോസ് 2A പ്രകാരം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കണം, 1 കിലോഗ്രാമിൽ, വീണ്ടും ആവർത്തിക്കുന്നു, 1 കിലോഗ്രാമിൽ താഴെ വന്നാൽ അവസാനിക്കുന്ന സെക്ഷൻ എ ആയിരിക്കും. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ അവസാനിക്കുന്നത് സെക്ഷൻ ബിയിലായിരിക്കും. 20 കിലോഗ്രാമിൽ മോള് വന്നാൽ സെക്ഷൻ സിയിലായിരിക്കും അവസാനിക്കുന്നത്. അങ്ങനെങ്കിലും ഓർത്തു വെക്കണം. അപ്പൊ ചെറിയ അളവിൽ കഞ്ചാവ് ഉൾപ്പെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20 സബ്സെക്ഷൻ ബി സബ് ക്ലോസ് 2A ആയിരിക്കും, മറക്കല്ലേ. അപ്പൊ ചെറിയ അളവ് മാറി. ദെൻ കഞ്ചാവിന്റെ വാണിജ്യ അളവ് എന്ന് വെച്ചാൽ 1 മുതൽ 20 കിലോഗ്രാം വരെ. ആ വാണിജ്യ അളവിലുള്ള കഞ്ചാവ് നിർമ്മിച്ചോ കൈവശം വെച്ചാലോ ചെയ്താൽ വാണിജ്യ അളവിനേക്കാൾ കുറവ് എന്ന് വെച്ചാൽ 20 കിലോഗ്രാമിൽ കുറവ്, ചെറിയ അളവിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിൽ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ്, വാണിജ്യ അളവിനേക്കാൾ കുറവും ചെറിയ അളവിനേക്കാൾ കൂടിയ അളവിൽ ഈ പറയുന്ന കഞ്ചാവ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിപണനം നടത്തിയാൽ അതിന്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20 കൂടെ പറ, സെക്ഷൻ 20 സബ്സെക്ഷൻ ബി സബ് ക്ലോസ് 2 അവസാനിക്കുന്നത് ബി. അപ്പൊ ഒന്നാമത്തെ ശിക്ഷ അവസാനിക്കുന്നത് എ, രണ്ടാമത്തെ ശിക്ഷ അവസാനിക്കുന്നത് ബി, മൂന്നാമത്തെ ശിക്ഷ അവസാനിക്കുന്ന സി ആണ്. വാണിജ്യ അളവ് ഉൾപ്പെടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? 20 കിലോഗ്രാമിൽ മുകളിൽ ഒരാൾ കഞ്ചാവ് കൈവശം വെച്ചേക്കുക, അത് കച്ചവടം നടത്തി, അത് ഉണ്ടാക്കി എങ്കിൽ വാണിജ്യ അളവ് ഉൾപ്പെടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്തതും 2 ലക്ഷം രൂപ വരെ ആകാവുന്നതുമായിട്ടുള്ള പിഴവ്. 10 വർഷം മുതൽ 20 വർഷം വരെ. എൻ്റെ കയ്യിൽ 1/2 കിലോ കഞ്ചാവ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെ പോയി ഈ പറയുന്ന 1 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വരും, 10,000 രൂപ കൊടുക്കണം. എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം 1.5 കിലോഗ്രാം കഞ്ചാവ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 15 കിലോഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ 10 വർഷം വരെ ഞാൻ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ഇനി എൻ്റെ കയ്യിൽ 50 കിലോഗ്രാം കഞ്ചാവ് ഉണ്ട് എങ്കിൽ 10 വർഷത്തിൽ കുറയാത്തതും, അതായത് 10 വർഷം മുതൽ 20 വർഷം വരെ കഠിന തടവ്, 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമായിരിക്കും. ഇനി ഇതിനെപ്പറ്റി, ഈ വാണിജ്യ അളവ് ഉൾപ്പെടുന്നതിനെ കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20 കുടപ്പറ, സെക്ഷൻ 20 സബ്സെക്ഷൻ ബി സബ് ക്ലോസ് 2 സി ആയിരിക്കും. അപ്പൊ എയുടെ
ബി എവിടെ, സി എവിടെ? ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റ് വെച്ച് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്തായാലും സിയും ഡി ഒരിക്കലും ജന്മന്റെ കാലത്ത് വരത്തില്ല. കാരണം എന്താ? അത് ഈ പറയുന്ന 15 കിലോഗ്രാം വരത്തില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, 1 കിലോഗ്രാമിൽ താഴെ വന്നാൽ എ ആയിരിക്കും, 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ വന്നാൽ ബി ആയിരിക്കും, 20 കിലോഗ്രാമിൽ മോളിൽ പോയാൽ സി ആയിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ പറ, 15 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്ടെ 20 സബ്സെക്ഷൻ ബി സബ് ക്ലോസ് 2B ആയിരിക്കും. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇത് ഇങ്ങനെ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, മറക്കരുത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? 2 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 12,000 ആയിക്കോട്ടെ, കേരളം മുഴുവൻ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയാലും ശിക്ഷ ഒന്ന് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു. ഉത്തരമായിട്ട് വരേണ്ടത് 2 വർഷം വരെ തടവാണോ, 1 വർഷം വരെ തടവാണോ, 10 വർഷം വരെ തടവാണോ, അതോ 6 മാസം വരെ തടവോ? ആൻസർ ആയിട്ട് വരേണ്ടത് 10 വർഷം വരെ തടവും. എത്ര രൂപ? 1 ലക്ഷം രൂപ വരെ പിഴയുമായിരിക്കും. അത് മറക്കരുത്, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുവാണ്. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്തത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 31A പ്രകാരമാണ് എന്ത് കൊടുക്കുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ, ഒരു വ്യക്തിക്ക് വധശിക്ഷ നൽകുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 31A പ്രകാരമാണ്. ക്ലിയർ ആണല്ലോ, മറക്കല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട NDPSലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഉഷാറായിട്ട് നമുക്ക് വേണ്ട ബാക്കിയുള്ള കണ്ടന്റ് കൂടി നമുക്ക് വേണം. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കോട്ട്പ നിയമം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതും നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, മാർക്കും ഉണ്ട്. ഓക്കെ, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നാണല്ലോ കോട്ട്പ നിയമത്തെ അറിയപ്പെടുന്നത്. ആദ്യം ഇതിനകത്ത് ചോദിക്കുന്ന ബേസ് ആദ്യം പഠിക്കണം. സിലബസ് ഇല്ലാത്ത കുറച്ച് ബേസ് ആദ്യം പഠിക്കണം. അതായത് ലോകാരോഗ്യ സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകാരോഗ്യ സംഘടന എന്നറിയപ്പെടുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1948 ഏപ്രിൽ 7 വേറെ ഒന്നുമില്ല, ആരോഗ്യമായിട്ട് നിൽക്കാൻ വേണ്ടി, ലോകത്തെ മുഴുവൻ ജനങ്ങളും ആരോഗ്യമായിട്ട് നിൽക്കാൻ വേണ്ടി ലോകാരോഗ്യ സംഘടന, അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ നമുക്കെല്ലാം. അപ്പൊ 1948 ഏപ്രിൽ 7 നിലവിൽ വന്നു. ആസ്ഥാനം ജനീവിയ, വേറെ ഒന്നുമില്ല, ജനിക്കുന്നവരെല്ലാം ആരോഗ്യമായിട്ട് വായോ. ഓക്കെ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ, മറക്കരുത്. ഈ ലോകാരോഗ്യ ദിനം ഉണ്ട് കേട്ടോ, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 7. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ വനിതയായിട്ടുള്ള രാജ്കുമാരി അമൃത് കൗറിന് ഒരു പ്രത്യേകതയുണ്ട്. ആരായി രാജ്കുമാരി അമൃത് കൗർ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ആദ്യ മന്ത്രിസഭയിലെ ഏത് വകുപ്പാ ഈ പറഞ്ഞ രാജ്കുമാരി അമൃത് കൗർ കൈകാര്യം ചെയ്തതെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. അതായത് നെഹ്റു മന്ത്രിസഭ, അദ്ദേഹമാണ് പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്, നിയമവകുപ്പ് മന്ത്രി ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ആ പറഞ്ഞേക്കുന്ന മന്ത്രിസഭയിൽ ഏത് വകുപ്പാണ് ഈ പറയുന്ന രാജ്കുമാരി അമൃത് കൗറിനുള്ളത് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ആൻസർ ചെയ്തേക്കുക, കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ രാജ്കുമാരി അമൃത് കൗറിന്റെ പ്രത്യേകത വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ്. ഈ ലോകാരോഗ്യ സംഘടന എന്നറിയപ്പെടുന്ന WHO ഓരോ അസംബ്ലി കൂടും. 1986 മെയ് 15 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 39ാമത് അസംബ്ലി ഫോം ചെയ്യും. ആ അസംബ്ലിയിൽ ഈ പറഞ്ഞ ലോകരാജ്യങ്ങളെല്ലാം എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സിഗരറ്റിന്റെയും ഈ പറയുന്ന ടൊബാക്കോ പ്രോഡക്ട്സിന്റെയും ഈ പറഞ്ഞ ഉപയോഗം അതനുസരിച്ച് ആക്റ്റീവ് സ്മോക്കേഴ്സും ഉണ്ട്, പാസീവ് സ്മോക്കേഴ്സും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ടൊബാക്കോ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് അവരുമായി ചുറ്റുമുള്ള ആളുകൾക്കും ഈ പറയുന്ന ടൊബാക്കോയുടെ ദൂഷ്യഫലങ്ങൾ അവർക്കും, സിഗരറ്റിന്റെ ദൂഷ്യഫലങ്ങൾ, ദോഷഫലങ്ങൾ അവർക്കും കിട്ടുന്നു എന്ന ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ധാരാളം ചർച്ചകൾ കൊണ്ടുവരും. അങ്ങനെ ഈ പറയുന്ന 1986 ശേഷം 1990 43ാമത് ലോകാരോഗ്യ അസംബ്ലി കൂടും. അതിനകത്താണ് ഈ പറയുന്ന കോട്ട്പ നിയമം എന്നറിയപ്പെടുന്ന സിഗരറ്റ്സിന്റെയും മറ്റുള്ള ടൊബാക്കോ പ്രോഡക്റ്റിന്റെ എല്ലാം ഉൽപാദനം, അതിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു സജഷൻ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് കോട്ട്പ നിയമം നടപ്പിലാക്കാൻ കാരണമായ സമ്മേളനം അത് 43ാമത് 1990 43ാമത് ലോകാരോഗ്യ അസംബ്ലിയാണ്.
ഈ ലോകാരോഗ്യ അസംബ്ലിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഈ കോറ്റ്പ നിയമം ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കും. ഇന്ത്യയിലും ഈ പറയുന്ന ഒരു നിയമം പാസ്സാക്കി. ആ നിയമത്തിന്റെ പേരാണ് കോറ്റ്പ. ഇനി 2007 ഫെബ്രുവരിയിൽ GTSS എന്നറിയപ്പെടുന്ന ആ ഒരു ഓർഗനൈസേഷൻ ആരംഭിച്ച ഒരു സർവേയാണ് ഗ്ലോബൽ അഡൾട്ട് ടൊബാക്കോ സർവീസ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ലോകരാജ്യങ്ങളിൽ മുതിർന്നവർക്കുള്ള പുകയില ഉപയോഗത്തെക്കുറിച്ച്, പ്രധാന പുകയില നിയന്ത്രണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സർവേയുടെ പേരാണ് ഗ്ലോബൽ അഡൾട്ട് ടൊബാക്കോ സർവേ. 2007 ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ കോറ്റ്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2003 മെയ് 18. അപ്പൊ അവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഒന്നുമില്ല. ഈ നിയമം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ പറയുന്ന ബാധകമാണ്. കോറ്റ്പ നിയമം ബാധകമാണ്. എന്താ ഈ കോറ്റ്പ നിയമം എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ല. പ്രധാനപ്പെട്ടതാണ് കോറ്റ്പ നിയമത്തിലെ പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ. ഒന്ന്, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ല. ദെൻ രണ്ടാമത്തെ, വഴിയോരങ്ങളിൽ ഈ പറയുന്ന സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ പാടില്ല. ദെൻ ഏതൊക്കെ മേഖലയിൽ കച്ചവടം ചെയ്യണം, എവിടെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഏതൊക്കെ കടകളിൽ എത്തിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോറ്റ്പ നിയമം പറയുന്നത്. അപ്പോൾ കോറ്റ്പ നിയമവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ കോറ്റ്പ നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറഞ്ഞ കോറ്റ്പ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കണ്ടന്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വസ്തുത, ഈ കോറ്റ്പ എന്ന് പറഞ്ഞാൽ പുകയില അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഈ പറയുന്ന കോറ്റ്പ നിയമം ബാധകമാണെന്ന് ഓർക്കുക. അപ്പം മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കേരള അബ്കാരി ആക്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പുകയില അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏത് നിയമം ബാധകമാണ്? കോറ്റ്പ നിയമം ബാധകമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി, നമുക്ക് എല്ലാവർക്കും അറിയാം, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. അതേ സമയത്ത് തന്നെ കേരള ഹൈക്കോടതി ഫോം ചെയ്യുന്നു. കേരള ഹൈക്കോടതി ഈ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുന്നത് 1999 ജൂലൈ 12. ആ വിധി പറഞ്ഞത് ജസ്റ്റിസ് K നാരായണക്കുറുപ്പാണ്. ആ വിധി പ്രഖ്യാപിച്ചത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കുന്നത് 1999 ജൂലൈ 12. ഇനി പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21. അപ്പൊ ആർട്ടിക്കിൾ 21 പ്രകാരം പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പാണേത്? ആർട്ടിക്കിൾ 21. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യയിൽ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഏതെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡിലെ ഗരിഫേമയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ്. കേരളത്തിൽ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ലയാണ് തിരുവനന്തപുരം. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഗരിഫേമ നാഗാലാൻഡ്. കേരളത്തിൽ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരത്താണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം, പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാർ, പുകയില വിമുക്ത ഗ്രാമം കൂളിമാട്. 3 ചോദ്യം. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. കേരളത്തിൽ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാർ. വിമുക്ത ഗ്രാമം ചോദിച്ചാൽ അത് കൂളിമാട്. 3 ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിയമമുണ്ട്. ഇന്ത്യയിൽ ദി പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ് റൂൾസ് 2008 ഉള്ള, അതായത് ദ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ് റൂൾസ് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പൊതുസ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്മോക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ദ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ് റൂൾസ് 2008 നിലവിൽ വന്നത്. അത് 2008 ഒക്ടോബർ 2. ഈ ഡേറ്റ് പഠിക്കുന്ന അതേ സമയത്ത് 2 ദിനങ്ങൾ ഉറപ്പായി നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31, ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. 2 ചോദ്യമാണ്. ഇപ്പൊ ലോക പുകയില വിരുദ്ധ ദിനം എന്ന മെയ് 31, ലോക ലഹരി വിരുദ്ധ ദിനം എന്ന ജൂൺ 26. ഇനി ചില ആളുകൾ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ തിരിഞ്ഞു പോകും. അവർക്ക് വേണ്ടി പറയുക, നമ്മൾ ജൂൺ മാസമൊക്കെ നമുക്ക് പഠിക്കാനെങ്കിൽ ലഹരിയാ, വേറെ ഒന്നും ചിന്തിക്കണ്ട, നമ്മൾ സ്കൂളൊക്കെ തുറന്ന് ആ ഒരു മാസമാണല്ലോ,
അപ്പൊ ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26, ലോക പുകയില വിരുദ്ധ ദിനം എന്ന മെയ് 31. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ലോകാരോഗ്യ സംഘടന ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെക്കും. അതിന്റെ പേര് FCTC എന്ന ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ടൊബാക്കോ കൺട്രോൾ. ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO FCTC എന്ന് പറഞ്ഞാൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ടൊബാക്കോ കൺട്രോൾ. വേറെ ഒന്നുമില്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ നിയന്ത്രണത്തിൽ പുകയില നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ലോകത്തിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരാണ് FCTC. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അസംബ്ലി അംഗീകരിക്കുന്നത് 2003 മെയ് 21 ഈ ഉടമ്പടി ലോകാരോഗ്യ സംഘടന അംഗീകരിക്കുന്നത്. ഇനി ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 2005 ഫെബ്രുവരി 27. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഉടമ്പടി ഇന്ത്യ അംഗീകരിക്കുന്നതിന് മുമ്പേ, അതായത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഈ ഉടമ്പടി അംഗീകരിക്കുന്നു. അത് ഇന്ത്യ അംഗീകരിക്കുന്നത് 2004. അപ്പൊ 2003 അസംബ്ലി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അസംബ്ലി പാസാക്കി. 2004 ഇന്ത്യ അംഗീകരിക്കുന്നു. 2005 എന്ത് ചെയ്യുന്നു? ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് കോറ്റ്പ നിയമം. ഈ പറയുന്ന പ്രധാനപ്പെട്ട സെക്ഷനുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ വസ്തുത, പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന കോറ്റ്പ നിയമത്തിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 4. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ പൊതുസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലൈബ്രറികളായിക്കോട്ടെ, ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ, ആശുപത്രികളായിക്കോട്ടെ, വിദ്യാലയ കേന്ദ്രങ്ങളായിക്കോട്ടെ, അതിനെയാണല്ലോ നമ്മൾ പൊതുസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഈ പൊതുസ്ഥലത്തെ പുകവലി നിരോധിക്കുന്ന കോറ്റ്പ നിയമം സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 4. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. 30 മുറികളുള്ള ഹോട്ടലിലോ അതിൽ കൂടുതലോ ആളുകൾ ഇരിക്കാൻ ശേഷിയുള്ള ഒരു റെസ്റ്റോറൻറ്റിലോ എയർപോർട്ടിലോ പുകവലിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥലമോ സംവിധാനമോ ഏർപ്പെടുത്തണം എന്ന് പറയുന്ന സെക്ഷൻ കൂടിയാണ് സെക്ഷൻ 4. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. 30 മുറികളുള്ള ഹോട്ടൽ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ഇരിക്കാൻ ശേഷിയുള്ള ഒരു റെസ്റ്റോറൻറ്റിലോ എയർപോർട്ടിലോ എന്ത് ചെയ്യണം? പുകവലിക്കുന്നതിനുള്ള പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ സംവിധാനമോ ഏർപ്പെടുത്തണം എന്ന് പറയുന്ന സെക്ഷൻ 4 ഈ സെക്ഷൻ 4 വ്യവസ്ഥകൾ ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഈ പറയുന്ന ഹോട്ടലോ അല്ലെങ്കിൽ റെസ്റ്റോറന്റോ എയർപോർട്ടോ നമ്മുടെ പേരിലുണ്ടെങ്കിൽ അതിലെ ഈ സെക്ഷൻ 4 നമ്മൾ ലംഘിച്ചാൽ അതിന്റെ ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 21. നിയമം ലംഘിച്ചാൽ 200 രൂപ വരെ എന്ത് കിട്ടും? പിഴ ലഭിക്കും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി സെക്ഷൻ 5 ഉണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 5. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ട്. ഇപ്പം ഞാനൊരു സിഗരറ്റ് ഈ പറയുന്ന കച്ചവടം നടത്തുന്ന ഒരു ഷോപ്പ് എനിക്കുണ്ട്, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നത്തിന്റെ ഷോപ്പ് എനിക്കുണ്ടെങ്കിൽ അതിന്റെ പരസ്യം അതിന്റെ പാക്കേജിലോ അല്ലെങ്കിൽ അത് വിൽക്കുന്ന കടയ്ക്കുള്ളിലോ പ്രദർശിപ്പിക്കാം, തെറ്റില്ല. പക്ഷേ പറയുന്ന മറ്റു സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈ പറയുന്ന സിഗരറ്റിന്റെയോ പുകയില ഉൽപ്പന്നത്തിന്റെയോ പരസ്യം കൊടുക്കാൻ സാധിക്കില്ല. ആ പരസ്യം അങ്ങനെ കൊടുക്കരുത്. പരസ്യ നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 5 ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് വകുപ്പ് 5. ഈ പറയുന്ന വകുപ്പ് 5 വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 22. ഇനി അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു കുറ്റത്തിൽ ഏർപ്പെട്ടാൽ 2 വർഷം തടവും കിട്ടും, 1000 രൂപ പിഴയും കിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ള ശിക്ഷ കിട്ടും. ഇനി രണ്ടാമതും തുടർന്നും അയാൾ ആ കുറ്റം എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 വർഷം വരെ നീട്ടാവുന്ന തടവ് ശിക്ഷയും 5000 രൂപ പിഴയും കിട്ടും. ഓക്കെ, ദെൻ സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഈ പറയുന്ന പരസ്യം കണ്ടുകെട്ടാനും അത് നീക്കം ചെയ്യാനും നിലവിലുള്ള സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 23. ഇനി സെക്ഷൻ 6 പ്രത്യേകതയുണ്ട് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ളവർക്കും പ്രത്യേക പ്രദേശങ്ങളിലും സിഗരറ്റ് മറ്റു പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിനുള്ള നിരോധനം. ഈ പ്രത്യേക പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്കൂൾ, വിദ്യാലയ കേന്ദ്രങ്ങൾക്ക് ഇത്ര ചുറ്റളവിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ളവർക്കും പ്രത്യേക പ്രദേശങ്ങളിലും സിഗരറ്റ് മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 6. ഇനി സെക്ഷൻ 6 സബ്സെക്ഷൻ A ഉണ്ട്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6 സബ്സെക്ഷൻ A. മറക്കല്ലേ. ഇനി അങ്ങനെ ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത്
പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ് എന്നൊരു മുന്നറിയിപ്പ് ബോർഡ് കൊടുക്കണം. ഈ മുന്നറിയിപ്പ് ബോർഡിന്റെ സൈസ് 60 cm × 30 cm ആയിരിക്കും. 60 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് ഓപ്ഷനകത്ത് 60 മില്ലിമീറ്റർ × 30 മില്ലിമീറ്റർ എന്നൊക്കെ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി കാണും. അങ്ങനെ തന്നെ ഓപ്ഷൻ കാണും, മറക്കരുത്. അപ്പൊ 60 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിലോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിലോ ഉണ്ടായിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 24. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്തുവാ, 23 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കരുത്, അതിന്റെ മദ്യം കൊടുക്കരുത്, മദ്യം വാങ്ങരുത്, അതിന്റെ വിപണനം ഒന്നും ചെയ്യരുത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ഈ പറയുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 24 200 രൂപയാണ് എന്ത് കിട്ടുന്നത്, അങ്ങനെ ചെയ്താൽ കിട്ടുന്ന പിഴ എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. ഇനി സെക്ഷൻ 6 സബ്സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ്സ്, ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, 100 യാർഡ്സ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6 സബ്സെക്ഷൻ ബി. ഈ വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിച്ചാൽ അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അതിന്റെ ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 24. അത് എത്ര രൂപയാണ് പിഴ? 200 രൂപയാണ് അവിടെയും പിഴ. ഇനി സെക്ഷൻ 7 ഉണ്ട് കേട്ടോ. സെക്ഷൻ 7 എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സിഗരറ്റിന്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം, അതിന്റെ വിതരണം എന്നിവയിലെ വ്യാപാരത്തിലും വാണിജ്യത്തിലുമുള്ള നിയന്ത്രണങ്ങൾ, എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, എത്രമാത്രം വിതരണം നടത്തണം, അപ്പൊ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. സെക്ഷൻ 8 എന്താണെന്ന് ചോദിച്ചാൽ സിഗരറ്റുകളുടെയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്ന സെക്ഷനാണ് സെക്ഷൻ 8. ഈ സെക്ഷൻ 8 പ്രകാരം ഈ ലഹരി ഉപയോഗത്തിന് ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ഏതെങ്കിലും ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ 85%, വളരെ പ്രധാനപ്പെട്ടതാണ്, ആ കവറിന്റെ 85% ഭാഗത്ത് ഈ ദൂഷ്യഫലങ്ങൾ കാണിച്ചിരിക്കണം, അത് പ്രദർശിപ്പിച്ചിരിക്കണം. ആ 85% തന്നെ 60% എന്തായിരിക്കണം, ചിത്രമായിരിക്കണം. നമുക്ക് ഈ പറയുന്ന സിഗരറ്റിന്റെ ഒക്കെ കവർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം, മൊത്തം സിഗരറ്റ് 100%, കവർ 100% ആണെങ്കിൽ അതിൽ പകുതിയിലധികവും എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ്, ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ്. ആ 85%-ൽ 60% ചിത്രത്തെ സഹായത്തോടുള്ള മുന്നറിയിപ്പും 25% എന്തുമായിരിക്കും, അക്ഷരങ്ങളുമായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുക ഈ പറയുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയത്തില്ലയോ, അതൊരു മദ്യപാനവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഈ പറയുന്ന സ്മോക്ക് ചെയ്താൽ എന്ത് വരും, ഈ പറയുന്ന ക്യാൻസർ വരും എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ 25% ടെക്സ്റ്റിലും 60% എന്തായിരിക്കണം, ചിത്ര മുന്നറിയിപ്പുമായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 9 എന്താണെന്ന് ചോദിച്ചാൽ സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കേജിലോ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 9. ഈ പറയുന്ന ഏതെങ്കിലും നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ സിഗരറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ആ തമിഴ്നാട്ടിലെ ഭാഷയും ദെൻ ഇംഗ്ലീഷ് ഭാഷയിലും ആയിരിക്കും എന്ത്, ഈ പറഞ്ഞ ലേബലും മുന്നറിയിപ്പും ഒക്കെ ഉള്ളത്. അപ്പൊ കേരളത്തിലാവുമ്പോൾ മലയാളത്തിൽ മുന്നറിയിപ്പുമാണ്, ഇംഗ്ലീഷ് ഭാഷയിലും കാണും. ഇനി സെക്ഷൻ 12 എന്താണെന്ന് ചോദിച്ചാൽ പവർ ഓഫ് എൻട്രി ആൻഡ് സെർച്ച്. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അല്ലെങ്കിൽ അന്യായമായിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനം നടത്തുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ നമുക്ക് സെർച്ച് ചെയ്യണമല്ലോ. ചെല്ലാനും അത് സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12. ആർക്കൊക്കെയാ അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനോ, സംസ്ഥാന ഫുഡ് അല്ലെങ്കിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ, SI റാങ്കിൽ താഴെയല്ലാത്ത തത്തുല്യ റാങ്കുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാം, ഈ സ്ഥലം എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. സെക്ഷൻ 13 എന്താണെന്ന് ചോദിച്ചാൽ നിയമവിരുദ്ധമായിട്ട് ഒരു സ്ഥലത്ത് ലഹരി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങളുണ്ട് എങ്കിൽ ആ സ്ഥലത്ത് എന്ത് ചെയ്യാൻ, ആ സ്ഥലം സന്ദർശിച്ച് ആ ഷോപ്പ് അല്ലെങ്കിൽ ആ കേന്ദ്രം സീസ് ചെയ്യാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന സെക്ഷൻ 13 ആണ്.
ദെൻ സെക്ഷൻ 20 ഉണ്ട് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാ. സെക്ഷൻ 20 എന്താണെന്ന് ചോദിച്ചാൽ നിക്കോട്ടിൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടേമുകളാണല്ലോ നിക്കോട്ടിൻ, ടാറ്. ആ നിക്കോട്ടിന്റെയും ടാറിന്റെയൊക്കെ അളവുകൾ പ്രത്യേകമായിട്ട് മുന്നറിയിപ്പുകൾ എന്നിവ നൽകാതിരുന്നാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 20. അങ്ങനെ ആദ്യം ഒരു കുറ്റം ചെയ്യുവാണെങ്കിൽ 2 വർഷം തടവും 5000 രൂപ പിഴയും കിട്ടും. ആ കുറ്റം വീണ്ടും റിപ്പീറ്റ് ചെയ്ത രണ്ടാമത്തെ കുറ്റം ചെയ്തുവാണെങ്കിൽ 5 വർഷം തടവും 10000 രൂപ പിഴയുമായിരിക്കും കിട്ടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകാതെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്. അതായത് പ്രത്യേക മുന്നറിയിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ആദ്യ തവണ ഒരു കുറ്റം ചെയ്തു എങ്കിൽ 1 വർഷം വരെ തടവും 1000 രൂപ പിഴയും കിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച്. ദെൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്, ഈ പറയുന്ന പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നും നൽകാതെ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ, തുടർന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ 2 വർഷം തടവും 3000 രൂപ പിഴയും കിട്ടും. ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ഈ കോപ്റ്റ ആക്ടുകളെല്ലാം എന്താണ്? ജാമ്യം കിട്ടുന്നവയാ. കോപ്റ്റ കേസുകൾ അല്ലെങ്കിൽ കോപ്റ്റ കേസുകൾ വാദിക്കുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കും. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കോറ്റ്പ നിയമവുമായി ബന്ധപ്പെട്ട് ആ കേസുകൾ വാദിക്കുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. കോറ്റ്പ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമ്യം കിട്ടുന്നവയാണ് എന്ന വസ്തുത കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാം സ്കിപ്പ് ചെയ്യരുത്. എക്സാം കൃത്യമായിട്ട് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി അറ്റൻഡ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ നോക്ക്. ഇന്ത്യയിൽ മദ്യത്തിന്റെ വിൽപ്പനയും ഉപഭോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് ഡ്രൈ സ്റ്റേറ്റ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രൈ സ്റ്റേറ്റും ഉണ്ട്, ഡ്രൈ ഡേയും ഉണ്ട്, രണ്ടാ. അപ്പൊ ഇന്ത്യയിൽ മദ്യത്തിന്റെ വിൽപ്പനയും അതിന്റെ ഉപഭോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഡ്രൈ സ്റ്റേറ്റ്. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ശരിയാ. സംസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്ത്. അങ്ങനെ ഇപ്പൊ ബീഹാറിനെ എടുക്കുക, ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനമുണ്ട്. നാഗാലാൻഡിനെ എടുക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനമുണ്ട്. ലക്ഷദ്വീപിനെ എടുക്കുകയാണ്, ലക്ഷദ്വീപിലെ 36 ദ്വീപ് എടുത്താൽ അതിൽ ഒരു ദ്വീപ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ദ്വീപിലും എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. അപ്പൊ രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അടുത്തത് ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, നിലവിലെ കേരള സംസ്ഥാന എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ ആണ്. നിലവിലെ കേരള സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ആരാണ്? MR അജിത് കുമാർ. അവ നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കിട്ടണം. കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാ? ശ്രീ MB രാജേഷ് ആണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ്. തെറ്റാണല്ലോ. എന്താ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്തിന്റെ പ്രത്യേകത എന്താ? ശ്രീ പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. അപ്പൊ കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ MB രാജേഷ് ആണ്. സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലമാണ്. MB രാജേഷ് കേരള സംസ്ഥാന നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ MB രാജേഷ് പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം പാലക്കാട് ജില്ലയിലെ തൃത്താല. ഇനി എന്താണ് ഡ്രൈ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്? നിയമം മൂലം ഈ പറയുന്ന മദ്യനിരോധനം, അതായത് മദ്യത്തിന്റെ വിൽപ്പനയും ഉപഭോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്ന പ്രദേശങ്ങളെയാ ഡ്രൈ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഡ്രൈ സ്റ്റേറ്റുകൾ: ബീഹാർ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്, മിസോറാം ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്, ഗുജറാത്ത് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്, നാഗാലാൻഡ് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്, ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശവും ഒരു ഡ്രൈ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പൊ ഇനി ലക്ഷദ്വീപിൽ 36 ദ്വീപുകളാണല്ലോ ആകെ ഉള്ളത്. അതിൽ ബംഗാരം ദ്വീപ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ദ്വീപിലും സമ്പൂർണ്ണ മദ്യനിരോധനമുണ്ട്. ബംഗാരം ദ്വീപിൽ എന്താണ്? മദ്യം അനുവദനീയ. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബംഗാരം ദ്വീപിൽ മാത്രമാണ് മദ്യം അനുവദിച്ചിട്ടുള്ളത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 വകുപ്പിന്റെ പേര് സെക്ഷൻ 185. ഇപ്പൊ നോക്കൂ, ഞാൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുവാണെങ്കിൽ ആദ്യം ചെയ്യുന്ന എന്താ? പോലീസ് പിടിക്കുമല്ലോ. പോലീസ് പിടിക്കുമ്പോൾ ആ ഒരു സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 185 പ്രകാരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിയമപരമായിട്ട് കുറ്റമാണ്. അങ്ങനെ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ 100 മില്ലി ലിറ്റർ രക്തം, അതായത് 100 മില്ലി രക്തത്തിൽ 30 mg ആൽക്കഹോളിന്റെ അളവ് കണ്ടെത്തിയാൽ ഈ പറയുന്ന വ്യക്തി എന്താണ്? ഈ സെക്ഷൻ 185 പ്രകാരം കുറ്റക്കാരനാണ്. ഇനി ഈ കുറ്റക്കാരനായി കഴിഞ്ഞാൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസം വരെ ഉള്ള തടവോ
അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഇനി ഒരു വട്ടം കുറ്റം ചെയ്തു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ തുടർന്നുണ്ടാകുന്ന കുറ്റങ്ങളുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ ഉള്ള തടവോ അല്ലെങ്കിൽ 15,000 രൂപ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇങ്ങനെയാണ് ഈ പറയുന്ന മദ്യവുമായും അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 185 പ്രകാരമുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട 2 ദിനങ്ങൾ, ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31, ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. NDPS ആക്ട് നിലവിൽ വന്ന എന്നാണെന്ന് അറിയാലോ, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. 1985 നവംബർ 14 NDPS ആക്ട് നിലവിൽ വന്നത്. then ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഇനി നമ്മൾ പറയുന്നു. കേരളത്തിൽ ഡ്രൈ ഡേയ്സ് ആചരിക്കുന്ന ദിവസങ്ങൾ. കേരളത്തിൽ ഡ്രൈ ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ആ സമയത്ത് ബാർ ആയിക്കോട്ടെ, ഈ പറയുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകൾ ആയിക്കോട്ടെ, ഈ പറയുന്ന മദ്യശാലകളായിക്കോട്ടെ, അതെല്ലാം പൂർണ്ണമായിട്ട് അടച്ചിടുന്ന ദിവസങ്ങളെയാണ് നമ്മൾ ഡ്രൈ ഡേയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിൽ ഡ്രൈ ഡേയ്സ് ആണ്. ദുഃഖവെള്ളി ഈ പറഞ്ഞ കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി ഒക്കെ ഡ്രൈ ഡേ ആണ്. ഗാന്ധി ജയന്തി, ഗാന്ധിജിയുടെ രക്തസാക്ഷിത ദിനം ജനുവരി 30. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ആണല്ലോ. ഗാന്ധിജിയുടെ രക്തസാക്ഷിത ദിനമായ ജനുവരി 30 ഡ്രൈ ഡേ ആണ്. എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും 1-ാം തീയതി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അന്നത്തെ ദിവസം കള്ള് ഷാപ്പുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള ബെവ്കോ ഈ പറഞ്ഞ ബാറുകൾക്കെല്ലാമാണ് ഡ്രൈ ഡേ. കള്ള് ഷാപ്പിന് എന്തില്ല, 1-ാം തീയതി അവധിയില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏതെങ്കിലും ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് നടത്തുവാണെന്നിരിക്കട്ടെ, ആ തെരഞ്ഞെടുപ്പ് മേഖലകളിൽ പോളിംഗ് ദിനത്തിലും പോളിംഗിന്റെ തലേ ദിവസവും ഉൾപ്പെടെ എന്തായിരിക്കും? ഡ്രൈ ഡേ ആയിരിക്കും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്ന ഒരു മേഖലയാണ് ക്യാമ്പയിൻ എഗനിസ്റ്റ് ആൽക്കഹോളിസം, അതായത് ആൽക്കഹോളിസത്തിനെതിരെയുള്ള ക്യാമ്പയിനുകൾ. ഒന്നുമില്ല, സുബോധം എന്നറിയപ്പെടുന്ന പദ്ധതി, വിമുക്തി, ഈ 2 പദ്ധതികൾ ഉറപ്പായി നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കും. ഒന്ന് സുബോധം, 2015 ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത്. വേറെ ഒന്നുമില്ല, ഓരോ വർഷവും 1,00,000 ആളുകളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്ത പദ്ധതിയുടെ പേരാണ് സുബോധം. ആ സുബോധം പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്ന കാര്യം മറക്കല്ലേ. ദെൻ യോദ്ധാവ് എന്നറിയപ്പെടുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. മയക്കുമരുന്നിന്റെ വിപണനം, അതിന്റെ ഉപയോഗം എന്നിവ തടയുന്നതിന് വേണ്ടി കേരള സംസ്ഥാന പോലീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. മൊബൈൽ ആപ്പാണ് യോദ്ധാവ്, മറക്കരുത്. ഇനി വിമുക്തി മിഷൻ ഉണ്ട്. വിമുക്തി മിഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാലോ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കുറയ്ക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് വിമുക്തി മിഷൻ. 2016 നവംബർ 20 അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് വിമുക്തി മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വിജയൻ വിമുക്തി, മറക്കല്ലേ. വിമുക്തി വിജയൻ അല്ലെങ്കിൽ വിജയൻ വിമുക്തി. ഉമ്മൻചാണ്ടിയാണ് എന്ത് കൊണ്ടുവരുന്നത്? സുബോധം പദ്ധതി 2015 കൊണ്ടുവരുന്നത്. രണ്ടും തിരിയരുത്, ഒരു മാർക്കായിട്ട് കിട്ടണം. ഇനി ഈ വിമുക്തി മിഷൻ എന്താണ്? വിമുക്തി മിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, ടൊവിനോ തോമസിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? അതായത് കേരളത്തിലെ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ് ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഈ വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ 14405. അതായത് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, 14405 ആണ് വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ. ഈ വിമുക്തി മിഷൻ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഭരണസമിതി ഉണ്ട്. വിമുക്തി മിഷന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ വിമുക്തി മിഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ശ്രീ പിണറായി വിജയനാണല്ലോ. വിമുക്തി മിഷന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? ശ്രീ MP രാജേഷ് ആണ്. വിമുക്തി മിഷന്റെ കൺവീനർ എപ്പോഴും ഗവൺമെന്റ് സെക്രട്ടറി ആയിരിക്കും. ഇത് 3 പേരെയും മറക്കല്ലേ. വിമുക്തി മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രി, വിമുക്തി മിഷന്റെ വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രി, വിമുക്തി മിഷന്റെ കൺവീനർ ഗവൺമെന്റ് സെക്രട്ടറി. അടുത്തത്, ഇനി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് കേട്ടോ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതിന്റെ ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അതിന്റെ വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറിയും കൺവീനർ എക്സൈസ് കമ്മീഷണറും സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് അതിന്റെ CEO ആയിരിക്കും.
അത് നമുക്ക് വേണ്ടാത്തതാണ്, എന്നിരുന്നാലും പഠിച്ചു വെച്ചേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്, ഈ പറഞ്ഞ വിമുക്തി മിഷന് ജില്ലാ തലത്തിൽ ചെയർമാനും കൺവീനറും ഒക്കെ ഉണ്ട്. ജില്ലാ തലത്തിൽ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. കേരളത്തിൽ 14 ജില്ലയിലും വിമുക്തി മിഷൻ ഉണ്ട്. ജില്ലാ തലത്തിൽ അതിന്റെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഒന്നുകിൽ കോർപ്പറേഷൻ മേയർ ആയിരിക്കും, അതും അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും. ഈ ജില്ലാതലത്തിൽ വിമുക്തി മിഷന്റെ കൺവീനർ ജില്ലാ കളക്ടർ, മറക്കല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ജോയിന്റ് കൺവീനർ ഉണ്ട്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, അത്രയും നിങ്ങൾ പഠിക്കേണ്ട. ദെൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലേക്ക് പോയാൽ, പഞ്ചായത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയാൽ, അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ വിമുക്തി മിഷന്റെ ചെയർമാൻ പ്രസിഡന്റും കൺവീനർ സെക്രട്ടറി ആയിരിക്കും. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ടേം ഉണ്ട്, വാർഡ് തലത്തിൽ, നമ്മുടെയൊക്കെ വാർഡിൽ ഈ പറഞ്ഞ വിമുക്തി മിഷന്റെ ചെയർമാൻ അത് പൗരമുഖ്യനായിരിക്കും. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, എന്തോ ഈ പൗരമുഖ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ 100 പേരെ കൊണ്ടുവരിക, അതിൽ ഒരാൾ നിങ്ങളാണ്, ലീഡ് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പൗരമുഖ്യൻ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമുദായത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ നേതാവ് നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് പൗരമുഖ്യൻ. അപ്പൊ വാർഡ് തലത്തിൽ വിമുക്തി മിഷന്റെ ചെയർമാൻ പൗരമുഖ്യനും കൺവീനർ ആരായിരിക്കും? വാർഡ് മെമ്പർ ആയിരിക്കും. മറക്കരുത്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായും നിങ്ങൾ പഠിക്കണം. ഒന്ന്, സമ്പൂർണ്ണ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47 ആണ്. ലിക്കർ പ്രൊഹിബിഷൻ, മദ്യനിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 44, യൂണിഫോം സിവിൽ കോഡ് 40, ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണം, ആർട്ടിക്കിൾ 47, ലിക്കർ പ്രൊഹിബിഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ മദ്യം എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 7ാം പട്ടികയാണ്, അതായത് 7ാം സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ ലിസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത് 7ാം പട്ടികയില്ലയോ? അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, മദ്യം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെന്റാണ്. അത് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, വിമുക്തി മിഷൻ 2019 ആവിഷ്കരിച്ച ഒരു ലഹരി വിരുദ്ധ മാരത്തോൺ ഉണ്ട്. അതിന്റെ പേര് റൺ എഗനിസ്റ്റ് ഡ്രഗ്സ് എന്നാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, നവചേതന എന്നറിയപ്പെടുന്ന ഒരു കർമ്മ പദ്ധതി, നേർവഴി എന്നറിയപ്പെടുന്ന 2 പദ്ധതികളെ പറ്റി നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. ഒന്നാമത്തത്, സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയുടെ പേരാണ് നവചേതന. അപ്പൊ യോദ്ധാവ് എന്നറിയപ്പെടുന്നത് സംസ്ഥാന പോലീസ് വകുപ്പ് ഇംപ്ലിമെന്റ് ചെയ്ത മൊബൈൽ ആപ്പിന്റെ പേരാണ് യോദ്ധാവ്. ഇത് നവചേതന, വേറെ ഒന്നുമില്ല, സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയുടെ പേരാണ് നവചേതന. അടുത്തത്, നേർവഴി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേരളത്തിൽ എല്ലായിടത്തും ലഹരിയുടെ ഉപയോഗം ഉണ്ടല്ലോ. ലഹരിയുടെ ഉപയോഗം മൂലം വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും മാറ്റമുണ്ടെന്ന് ഏതെങ്കിലും അധ്യാപകൻ അറിയുവാണെങ്കിൽ ആ അധ്യാപകർക്ക് സംസ്ഥാന എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് നേർവഴി. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, വിദ്യാലയ കേന്ദ്രത്തിലേക്ക് വരുമ്പം നമ്മൾ ഈ പറഞ്ഞേക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലേക്ക് വരും. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി കേരള സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ക്യാമ്പസുകളിൽ പ്രിൻസിപ്പലിന്റെ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ പേരാണ് നേർക്കൂട്ടം. അപ്പം ഈ പറഞ്ഞ കോളേജിൽ മാത്രമല്ലല്ലോ, ഈ കോളേജ് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ പേര് ശ്രദ്ധ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. അപ്പം ഈ പറഞ്ഞേക്കുന്ന നേർവഴി, നവചേതന, യോദ്ധാവ്, ഉണർവ്, ഇതൊക്കെ പരീക്ഷകളിൽ കയറുമ്പം തിരിഞ്ഞു പോരുത്. ഇനി യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്നറിയപ്പെടുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. കേരളത്തിൽ പുകയിലയുടെ ദോഷവശങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാ യെല്ലോ ലൈൻ ക്യാമ്പയിൻ. വേറെ ഒന്നുമില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഒരു മാപ്പ് തയ്യാറാക്കും. ആ മാപ്പ് തയ്യാറാക്കി മഞ്ഞ ലൈൻ വരയ്ക്കേണ്ടത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പുമായിരിക്കും. ആ ക്യാമ്പയിന്റെ പേരാണ് യെല്ലോ ലൈൻ ക്യാമ്പയിൻ, മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. 2019 പിണറായി വിജയൻ മന്ത്രിസഭ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ബോധവൽക്കരണ പദ്ധതിയുടെ പേരുണ്ട് നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം. അത് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് യോദ്ധാവ്. അതിനുശേഷമുള്ള കണ്ടന്റാണ് സേ യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്. 2017 കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായിട്ട് കൊണ്ടുവന്ന ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ പേരാണ് സേ യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്.
ദെൻ യോദ്ധാവ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് അതീവ രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് യോദ്ധാവ് എന്നാണ്, മറക്കല്ലേ. ദെൻ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം 2014 കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. കേരള സർക്കാർ ആവിഷ്കരിച്ച, കേരളത്തിലെ മുഴുവൻ വിദ്യാലയ കേന്ദ്രത്തിലും ആവിഷ്കരിച്ച വ്യാപക പ്രചരണ പദ്ധതിയുടെ പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ശ്രീ മമ്മൂട്ടിയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഈ പദ്ധതിക്ക് വേണ്ടി ഒരു നമ്മൾ പറയാം 3 ടയർ സമിതി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. സ്കൂൾ തല നിരീക്ഷണ സമിതി ഉണ്ട്, ജില്ലാതല നിരീക്ഷണ സമിതി ഉണ്ട്, സംസ്ഥാനതല നിരീക്ഷണ സമിതി ഉണ്ട്. അപ്പം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി 2014 ഇംപ്ലിമെന്റ് ചെയ്തു. കേരള സർക്കാർ ആവിഷ്കരിച്ച വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണ പദ്ധതിയാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്നറിയപ്പെടുന്നത് മമ്മൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് BSc ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. PDF നോട്ട് മസ്റ്റ് ആയിട്ട് വായിക്കണം. ദെൻ അതുമായി റിലേറ്റ് ചെയ്ത് 3 എക്സാമും കൂടെ അറ്റൻഡ് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ 2026 നല്ലൊരു മികച്ച വർഷമായിട്ട് മാറട്ടെ. ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.